ചാൻസലറായിട്ടുള്ള ഗവർണർ സുപ്രീം കോടതിക്ക് മുമ്പിൽ വലിയ ശകാരമേറ്റ് നിൽക്കുകയാണ് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട്. താൽക്കാലിക വൈസ് ചാൻസലർമാർ ആ നിയമനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവർണർ ഉണ്ടാക്കുന്ന വലിയ തടസ്സങ്ങൾ, ചാൻസലർ ഉണ്ടാക്കുന്ന വലിയ തടസ്സങ്ങൾ. ഈ പ്രശ്നത്തിൽ ഇന്നത്തെ സുപ്രീം കോടതി നടപടികളും വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് മലയാളിയെ സംബന്ധിച്ച്. കാരണം ഈ വിഷയത്തിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നോക്കാം. സ്വാതി ദില്ലിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ്. സ്വാതി, ഈ രണ്ട് സർവകലാശാലകൾ, KTU നമ്മുടെ സാങ്കേതിക സർവകലാശാല, അതുപോലെ ഡിജിറ്റൽ സർവകലാശാല, ഇവിടെ രണ്ട് സർവകലാശാലകളിലും സുപ്രീം കോടതി തന്നെ ഇപ്പോൾ ഇടപെട്ട് സ്ഥിരം VC-മാരെ വെക്കാനായി നിയമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം ചാൻസലർ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള നടപടികളാണ് ഇതിനൊക്കെ തടസ്സമായി വന്നത്. അപ്പോൾ ഇതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചാൻസലറുടെ നടപടികളെ ഇന്നലെ അടക്കം കോടതി എങ്ങനെയൊക്കെയാണ് വിമർശിച്ചത്? ഇന്ന് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താവും കോടതിക്ക് മുമ്പാകെ വരാനുള്ളത്? ശരത്ത്, സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഗവർണർക്കെതിരെ നിരവധിയായിട്ടുള്ള രൂക്ഷ വിമർശനം സുപ്രീം കോടതി നടത്തുകയുണ്ടായി. കാരണം ഈ സിസ തോമസിനെയും ശിവപ്രസാദിനെയും ഉൾപ്പെടെയുള്ളവരെ നിയമിച്ചതിൽ ചട്ടവിരുദ്ധമായാണ് നിയമിച്ചത്, അതിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശമടക്കം പാലിച്ചില്ല എന്നുള്ള രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. അതിനു പിന്നാലെ തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനാണ് എന്നും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം തന്നെ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണർക്കും സംസ്ഥാന സർക്കാരിനും 4 പേരുകൾ വീതം നിർദ്ദേശിക്കാം. ആ നിർദ്ദേശിക്കുന്ന പേരിൽ നിന്നും സുപ്രീം കോടതിയായിരിക്കും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക. അതോടൊപ്പം UGC നിർദ്ദേശിക്കുന്ന ഒരാളുടെ പേരും കൂടി സെർച്ച് കമ്മിറ്റിയിലേക്ക് വരും എന്നുള്ളതാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ സർവകലാശാലകളിൽ ഒരു തരത്തിലുള്ള ഭരണമായും ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചൊരു കൂടിയാലോചനകൾ സർക്കാരും അതോടൊപ്പം ഗവർണറും ചേർന്ന് വേണം നടത്തുവാനെന്നുള്ളത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. എന്നാൽ ഭരണഘടനാ വിരുദ്ധമായ നിരവധി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ഗവർണർ പോകുന്നതോടെയാണ് ഇതിൽ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള നിലപാട് സുപ്രീം കോടതിയിൽ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ താൽക്കാലിക VC നിയമനത്തിൽ പല ഘട്ടങ്ങളിലും ഗവർണർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഏകപക്ഷീയമാണ്. സംസ്ഥാന സർക്കാരിനോട് കൂടിയാലോചിക്കാതെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് ആ നിർദ്ദേശം പരിഗണിക്കാതെയുള്ള തരത്തിലുള്ള നടപടികളാണ് ഗവർണർ സ്വീകരിക്കുന്നത് എന്നുള്ള നിലപാട് കൃത്യമായി സർക്കാർ സുപ്രീം കോടതിയിൽ എന്തായാലും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇന്നും ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്നും സുപ്രീം കോടതിയിൽ വരിക. സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ, താൽക്കാലിക VC നിയമനത്തിൽ ബന്ധപ്പെട്ട ഈ ഗവർണർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഇവയെല്ലാം തന്നെയും ഇന്നും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അതോടൊപ്പം സ്ഥിരം VC-മാരെ എത്രയും പെട്ടെന്ന് നിയമിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചു കൊണ്ട് മാത്രമേ ഇത്തരം VC നിയമനവും അതാണിപ്പോ സ്വാതി പറഞ്ഞതിലെ ശരി.